സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ മാസ്റ്റർ കാർഡിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്യാനാണ് നോക്കുന്നത്. പുതിയൊരു ലോഗോ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിൻ്റെ ഒരു ക്ലാസ് കഴിച്ച ഉടനെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് റെക്റ്റാങ്കിളിന് അടിയിലുള്ള എലിപ്സ് ടൂൾ എടുത്ത് രണ്ട് വൃത്തം വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രോക്ക് വേണ്ട. രണ്ടാമത്തെ കാര്യം, ഷിഫ്റ്റ് മാറ്റണം ഒരു കളർ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കളർ അപ്ലൈ ചെയ്യാം. ഇവിടെയുള്ള ഈ കളർ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ കോപ്പി എടുക്കാനായിട്ട് സെലക്ഷൻ ടൂൾ എടുക്കാം. ശേഷം കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് ഇതിനെ ഒന്ന് മൂവ് ചെയ്യുക. കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തണം. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി വരുന്നു. ശേഷം നമുക്കതിനെ അവിടെ വെക്കാം. ശേഷം നമുക്കിതിനെ അവിടെ കാണുന്ന കളർ നോക്കാം. ഇവിടെ കാണുന്ന ഈ കളർ എടുക്കാം. നമുക്ക് നീളത്തിലുള്ള കുറച്ച് ബോക്സുകൾ വേണം. ഇതിന് നമ്മൾ ഏതാണ്ട് ഇത് നീളം മതി. ഇവിടെ നമ്മൾ കളർ നോക്കേണ്ട ആവശ്യമില്ല. ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് കോപ്പി എടുക്കാം. ഇവിടെ വെച്ചു. ഇനി ഇതിൻ്റെ കോപ്പി എടുക്കാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ട്രാൻസ്ഫോം മൂവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഇവിടെ കാണുന്ന കോപ്പി ക്ലിക്ക് ചെയ്യും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ നമുക്കിത് അവിടെ കാണാം. ഷിഫ്റ്റ് കൺട്രോൾ M കോപ്പി, ഷിഫ്റ്റ് കൺട്രോൾ M. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ സംഭവിക്കുന്നത് റിവ്യൂ നോക്കുമ്പോഴാണ് ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ആണ് ചെയ്യുന്നത്. നമ്മൾ കോപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കിയ ഈ ഒബ്ജക്റ്റ് ഇവിടെ ഒന്ന് മൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായി സംഭവിച്ചിരിക്കുന്ന ലാസ്റ്റ് ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ഏറ്റവും മുകളിലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഈ രണ്ട് ഒബ്ജക്റ്റിനെയും ബാക്കിലോട്ട് മാറ്റണം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അറേഞ്ച്, സെൻഡ് ഇറ്റ് ടു ബാക്ക്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് രണ്ടിൻ്റെയും പിറകിലോട്ട് പോയി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കണം. ഇവിടെ പിടിച്ച് ഇങ്ങോട്ടും അതേ രീതിയിൽ ഇവിടോട്ടും ചെറുതാക്കാം. ആ ഒബ്ജക്റ്റിന് കളർ ഒരു പ്രോബ്ലം അല്ല. ഇവിടെ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റുകളെ മുഴുവനെ ഒന്ന് സെലക്ട് ചെയ്യാം. ശേഷം ഇവിടെ കാണുന്ന പാത്ത് ഫൈൻഡർ, ഇവിടെ കാണുന്ന ഡിവൈഡ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അൺഗ്രൂപ്പ് ചെയ്യാം. ഇനി ഞാൻ പറയുന്ന രീതിയിൽ സെലക്ട് ചെയ്യാം. ആദ്യം ഇവിടെ കാണുന്ന ഈ ആംഗിൾ സെലക്ട് ചെയ്യാം. ശേഷം ഷിഫ്റ്റ് കീ അമർത്തി തൊട്ട് മുകളിൽ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. അതേ രീതിയിൽ അടുത്ത്, അതേ രീതിയിൽ ലാസ്റ്റ് വൺ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ശേഷം ഐ ഡ്രോപ്പർ ടൂൾ എടുക്കാം. ഇവിടെ കാണുന്ന ഈ കളറിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ കാണാം. ഇനി അൺഗ്രൂപ്പ് ചെയ്ത ഒബ്ജക്റ്റുകളെ നമുക്ക് തിരിച്ച് യൂണിറ്റ് ആക്കി മാറ്റാം. അതിന് ആ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന യൂണിറ്റ് ക്ലിക്ക് ചെയ്യാം.
അതേപോലെ അടുത്ത ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്ത് യൂണിറ്റ് ആക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. കാർഡ്. ഇനി നമുക്ക് ഇതിന്റെ ഫോണ്ട് ഒന്ന് മാറ്റാം. ഇവിടെ കാണുന്ന ഏരിയയിലാക്കാം. ശേഷം നമുക്കൊരു ബോൾട്ട് വരയ്ക്കാം. ശേഷം ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ഔട്ട്ലൈൻ എന്നാക്കാം. ശേഷം ഇവിടെ കാണുന്ന എഫക്റ്റ് 3D എക്സ്ട്രൂഡ് ആൻഡ് ബബൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു 15 എന്ന് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഇതിൻ്റെ കളറ് വൈറ്റ് ആക്കാം. അതേപോലെ സ്ട്രോക്ക് നമുക്ക് ഒരു ബ്ലൂ ആക്കി ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് എക്സ്പാൻഡ് അപ്പിയറൻസ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് കുറച്ചൊന്ന് ചെറുതാക്കാം. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നേരെയാക്കി അതിവിടെ ഒരു ബോക്സ് വരയ്ക്കണം. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിലോട്ട് ഏതെങ്കിലും കളർ ചെയ്യാം. ഇനി നമുക്ക് ഈ മാസ്റ്റർ കാർഡ് എന്ന ടെക്സ്റ്റിനെ കുറച്ച് നേരെയാക്കാം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ബോക്സിലൂടെ കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിനെ എവിടെ കൊണ്ടുവയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പം കൂട്ടാം. അടിയിലുള്ള ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ആവശ്യമില്ല ഡിലീറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.